പ്രൊഡ്യൂസർ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി കാലഘട്ടമല്ല, ഒന്നുമല്ല. കൃത്യമായി റിലീസ് നടക്കും. റിലീസ് ചെയ്യുന്ന മിക്കവാറും തിയേറ്ററുകൾ ആരെങ്കിലും റിലീസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അവർ മലയാള സിനിമ കളിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, അവർ എന്നും അന്യഭാഷാ ചിത്രങ്ങൾ കളിച്ച് തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഞങ്ങളാരും സിനിമ അവിടെ കൊടുക്കില്ല. അവർക്ക് മലയാള സിനിമ നമ്മൾ ഉറപ്പായിട്ട് കൊടുക്കും. ഇവർ പറയുന്ന ഇന്നലെ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതുകൊണ്ട് ചൂണ്ടിക്കാണും. അവർ പറയുന്നു സിനിമ റിലീസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ നമ്മളുമായിട്ട് ഈ കണ്ടന്റ് മാസ്റ്റർ വെക്കണം, ആ പ്രൊജക്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞ തിയേറ്ററിൽ നമ്മൾ സിനിമ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാറ്റാതെ അവർക്ക് സിനിമ കൊടുത്താൽ, ഇപ്പോൾ ഒരു നിർമ്മാതാവ് എന്നാൽ അവർ സിനിമ കൊടുത്താൽ ഞങ്ങൾ എല്ലാ തിയേറ്ററും കളിക്കും. അങ്ങനെ നിർമ്മാതാക്കൾ അങ്ങനെ തയ്യാറാവും. അവരെന്ന് പറഞ്ഞാൽ അങ്ങനെ ആരുമില്ല. ഒരു തിയേറ്ററിൽ, പുതിയതായി വരുന്ന ഒരു തിയേറ്ററിൽ 1K പ്രൊജക്ടറാണ് വാങ്ങിച്ചിരിക്കുന്നത്. പൈറസി ഉണ്ടാകാവുന്നത് മുഴുവൻ 1K പ്രൊജക്ടറിൽ നിന്നാണ്. അതിൽ നിന്ന് കോപ്പി എടുക്കാൻ സാധിക്കും. 1. 2, ക്വാളിറ്റി ഇല്ല. 12 ലക്ഷം രൂപ 13 ലക്ഷം രൂപയാണ് ആ പ്രൊജക്ടറിൻ്റെ വില. നല്ല ഹോം തിയേറ്ററുള്ള ആൾക്കാരൊക്കെ ഇങ്ങനത്തെ പ്രൊജക്ടറാണ് വാങ്ങിച്ചു വയ്ക്കുന്നത്. ഈ പ്രൊജക്ടർ വാങ്ങിച്ചു വെച്ച് സിനിമ കാണിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. നിലവിൽ അത് കുറേ തിയേറ്ററിലുണ്ട്. അവർ കളിച്ചോട്ടെ, അവരതിന് യാതൊരു ശല്യവും ഇല്ല, ബുദ്ധിമുട്ടുമില്ല. അത് ക്വാളിറ്റി ഇല്ലെങ്കിലും അത് നടന്നു പോട്ടെ. ഈ തിയേറ്ററിൽ ഇങ്ങനെ പുതിയതായി വരുന്ന തിയേറ്ററിലൂടെ ഇങ്ങനെ വെക്കാനായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപ മുടക്കി. ഇപ്പം ഒരു മോഹൻലാൽ സിനിമ, പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ 100 കോടി രൂപ എൻ്റെ ബഡ്ജറ്റ്. ഇത് 100 കോടി രൂപ ആളുകൾ പങ്കിട്ടെടുക്കുന്നതല്ല. അതിൻ്റെ ക്വാളിറ്റിക്ക് വേണ്ടി, ക്യാമറ, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി മുടക്കുന്നതാണ്, എഫക്ട്സും മറ്റും എല്ലാം. അപ്പോൾ അത് നേരെ കാണാൻ തക്കവണ്ണമുള്ള തിയേറ്റർ ഇല്ലെങ്കിൽ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാരെല്ലാം ഏത് പ്രൊജക്ഷനാണ്, ഏത് പ്രൊജക്ടറാണെന്ന് അന്വേഷിച്ച് സിനിമ കാണാൻ പോകുന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നല്ല ക്വാളിറ്റി പ്രൊജക്ഷൻ വേണമെന്നുള്ളത് മിനിമം. വീടുകളിൽ വയ്ക്കുന്ന പ്രൊജക്ടർ വാങ്ങിച്ച് തിയേറ്റർ വെക്കുന്ന പരിപാടി ഇനി അത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് ഞങ്ങൾ ആ പറഞ്ഞത് 1K ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യത്തില്ല. അല്ല, ഞങ്ങളുടെ കണ്ടന്റിന് സൂട്ടാവുന്ന ഇത് കണ്ടന്റ് എല്ലാവരും ഉണ്ടാക്കുന്നത് ഒരുപോലെയാണ്. ഇതാണ് ഇവർ സംസാരിക്കുന്നത് മുഴുവൻ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടിയാണ്. അവർക്ക് സൗകര്യം അവരുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്. അവരുടെ ആളായിട്ടാണ് ഇപ്പോൾ ഇന്നലെ അദ്ദേഹം സംസാരിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് പോലെയുള്ള അതെ, അവരുടെ കമ്മീഷൻ കിട്ടുവാണ് ഇവർക്ക്. ഏതാ അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. ആ കാര്യങ്ങൾ ഈ സംഘടന തകർക്കാനുള്ള ലക്ഷ്യം തീർച്ചയായിട്ടും. അതായത് ഇത് തീരണം. അതിനുവേണ്ടിയുള്ള സംഘടനയല്ല. നമ്മൾ ഈ കണ്ടന്റ് മാസ്റ്ററിങ് തുടങ്ങുന്നത്. അതായത് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇത് ആരംഭിച്ചിട്ടില്ല. പുള്ളി പറഞ്ഞ ഒരു കാര്യം കറക്റ്റ്. ഇന്ത്യയിൽ എങ്ങുമില്ല. ഇവിടെ തുടങ്ങി അത് തുടങ്ങാൻ പറ്റുന്ന നേതൃത്വ ശേഷിയും കഴിവുള്ളവരും വിവരമുള്ളവരും പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉള്ളത് കൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. ഇതിപ്പോൾ ഹൈദരാബാദിൽ അവർ ഇവിടെ വന്ന് സ്റ്റഡി നടത്തിയിട്ട് പോയി. ബാംഗ്ലൂർ അവർ തുടങ്ങുന്നുണ്ട്, കന്നഡ അവർ തുടങ്ങുന്നുണ്ട്. ആ പരിപാടികൾ അവർ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ചെയ്തത് മുഖാന്തരം പ്രൊഡ്യൂസേഴ്സിന് ഭയങ്കരമായ സാമ്പത്തിക ലാഭം ഉണ്ടാകും. ഞങ്ങളതല്ല നോക്കണ്ടേ. തീർച്ചയായും ആർക്കും ദോഷം വരാതെ പ്രൊഡ്യൂസേഴ്സിന് സാമ്പത്തിക ലാഭം ഉണ്ടാകും. അവർക്ക് അധിക ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 100 തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ എത്ര ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് ലാഭം. ഇവർക്ക് ദോഷമുള്ളതല്ല. നിലവിലുള്ള തിയേറ്ററുകാരെ ശല്യം ചെയ്യാതെ തന്നെയാണ് ഞങ്ങളിത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. നിലവിലുള്ള തിയേറ്ററുകാർക്ക് ഞങ്ങൾ തന്നെ പൈസ അടച്ച് അവരുടെ പ്രൊജക്ടർ വെച്ചേക്കുന്നതിൻ്റെ പൈസ ഞങ്ങൾ അടച്ചുകൊണ്ടിരിക്കുക. പ്രിന്റിൻ്റെ ചാർജ് ഒന്നും അല്ല അടയ്ക്കുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞത് പ്രിന്റിൻ്റെ ചാർജ്, അത് പേരേ ഉള്ളൂ, VPF എന്ന് പേരേ ഉള്ളൂ. പ്രിന്റിൻ്റെ അല്ല. ഞങ്ങളിപ്പോൾ കൊടുക്കുന്നില്ലേ.